നന്ദു, ആ കുഞ്ഞുമാവിന്റെ വീട്ടിലെ കല്യാണത്തിന് പോകണ്ടേ? നീ റെഡിയാവുന്നില്ലേ? ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഒരു കാര്യത്തിന് നീ വരില്ല. എല്ലാരും നിന്നെ അന്വേഷിക്കുക. ഞാൻ വരുന്നില്ല. എന്തൊരു സ്വഭാവം നന്ദു ഇത്! എല്ലാരോടും ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. ഇതിനെന്തായാലും നീ വന്നേ പറ്റൂ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. ദേ, നന്ദുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സമാധാനമില്ല. അവളാണെങ്കിൽ ആരുടെ മിണ്ടത്തോ ഇല്ല, ഒരു കാര്യത്തിനും വരികയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് അവൾക്ക് എന്തോ ഡിപ്രഷൻ പോലെയാണെന്ന്. വല്ല സൈക്കോളജിനെയും കൊണ്ട് കാണിച്ചാലോ എന്നാ. ഹായ് നന്ദന. നന്ദന ഞാനിപ്പോൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. നന്ദന എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നത്? നന്ദനക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണ്ടേ? ഇപ്പോൾ നന്ദനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണെന്ന് വെച്ചു. നന്ദനയ്ക്ക് എന്തും തുറന്നു പറയാം. എന്താണ് നന്ദനയുടെ പ്രശ്നം? ആരോടാണ് ഇത്ര ദേഷ്യം? പറയൂ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാകും. പറ നന്ദന. നന്ദന, എനിക്ക് ദേഷ്യം എൻ്റെ പാരൻസിനോടാണ്. എൻ്റെ കുട്ടിക്കാലം നശിപ്പിച്ചത് അവരാണ്. അച്ഛൻ ഗൾഫിലായിരുന്നു. അമ്മ എന്നെ കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും സമ്മതിച്ചിട്ടില്ല. വീട്ടിൽ അടച്ചിട്ടൊരു മുറി മാത്രമാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ. വേനലവധി എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ആഘോഷമായിരിക്കും. പക്ഷേ എനിക്ക് അമ്മ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട് മുറിയും ഒരു പേടി നിറഞ്ഞ ഓർമ്മയാണ്. ആ ട്രോമ നിറഞ്ഞൊരു പാസ്റ്റാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രസൻറ്റ് തന്നത്. അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തു പോയി കളിക്കാനും കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കാനും. ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ പേടിപ്പെടുത്തുന്നൊരു സ്വപ്നമായിട്ട് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. എന്നിട്ടിപ്പോൾ എല്ലാവരോടും കൂട്ടുകൂട് സംസാരിക്കുന്ന പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഓഫീസിലും വീട്ടിലും ആരും എനിക്ക് ഓക്കെ ആവുന്നില്ല. അതൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ കുട്ടിയെ അവർ മുറിയിലിട്ട് പൂട്ടിക്കളഞ്ഞു. നന്ദന, കുട്ടിക്കാലൊക്കെ ഇപ്പം കഴിഞ്ഞില്ലേ? ഇനിയുള്ളത് ഇപ്പോഴത്തുള്ള ലൈഫല്ലേ? ഇപ്പോൾ നന്ദന ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദന കുറച്ച് ഹാപ്പി ആയില്ലേ? ഇപ്പോൾ ഒന്ന് കരയാനോ ആരെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒക്കെ തോന്നില്ലേ? ആരാത്? ഞാൻ അമ്മയെ വിളിക്കട്ടെ? എനിക്കിപ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത് ഒരുപാട് വിഷമിച്ചിരുന്ന ആ കുട്ടിക്കാലത്തിൽ തന്നെയാണ്. ഡോക്ടർ, എനിക്ക് എന്നെ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം.